നമസ്കാരം, ജയം ടോക്സിലേക്ക് സ്വാഗതം. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും IIM പ്രൊഫസറുമായ ഡോക്ടർ തോമസ് ജോസഫാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു UDF ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഒരു ആഹ്ലാദവും അതിൻ്റെ ഒരു ആവേശവും എല്ലാം കെട്ടടങ്ങിക്കൊണ്ട് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഒരു ദയനീയമായ ചിത്രമാണ്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇരുന്ന് ഈ ചർച്ച ചെയ്യുന്ന നിമിഷങ്ങളിൽ അവിടെ ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് ഉന്നതതല ചർച്ച നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി 9 മണിയോടെ ഇതിൻ്റെ ഫലം വന്നെന്ന് വരും. എങ്കിലും ഈ സാഹചര്യത്തിൽ ഇപ്പോൾ താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? എന്താണ് ഡൽഹിയിലെ നാടകം? എന്താണ് ഈ അവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ എത്തിച്ചത്? ഇതുപോലെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ ഇവരെന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇങ്ങനെ മത്സരിക്കുന്നത്? എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഇത് തടയാൻ കഴിയാതിരുന്നത്? താങ്കൾ എന്താ കാണുന്നത്? കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേഡർ പാർട്ടിയല്ല. കോൺഗ്രസ് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ്. ഈ ആൾക്കൂട്ട പാർട്ടിയിൽ ആൾക്കാരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. എന്ന് മാത്രമല്ല, പവർ കിട്ടുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്ന് മാത്രമല്ല, ഒന്നാമനും രണ്ടാമനും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ തന്നെ ഈ കോൺഗ്രസ്സിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പരിചയപ്പെടുത്താത്ത സ്ഥിതിക്ക് അതിനകത്ത് ഒരാളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് വളരെ പരിമിതമായ മാർഗ്ഗങ്ങളേ ഉള്ളൂ. ആദ്യമായി MLA-മാരുടെ സപ്പോർട്ടും പൊതുജനങ്ങളുടെ സപ്പോർട്ടും ഘടകകക്ഷികളുടെ സപ്പോർട്ടും എല്ലാം പല വഴിക്ക് പോകുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. സാധാരണ ജനങ്ങളുടെ സപ്പോർട്ടുള്ള ആൾ തന്നെയാണ് ഘടകകക്ഷികളുടെ സപ്പോർട്ടും MLA-മാരുടെ സപ്പോർട്ടുമായി മുന്നോട്ട് വരുന്നത്. നമുക്ക് ഉദാഹരണം, ഇന്നുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ UDF ചരിത്രം എടുത്താൽ ഇന്നുവരെ ഒരു ഘടകകക്ഷിയും ഇങ്ങനെ ഇടം തിരിഞ്ഞ് നിന്ന് ഘടകകക്ഷികൾ ഇങ്ങനെ ഒന്നിച്ച് തിരികെ MLA-മാർ ആദ്യത്തെ സംഭവമാണ് അല്ലേ? അല്ല, അത് ശരിക്കും നമ്മൾ എപ്പോഴാണ് നമ്മൾ UDF ശരിയായ ചരിത്രം തുടങ്ങുന്നത് പറഞ്ഞാൽ 1977-ലാണ്. അന്ന് നമുക്കൊരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, നയിച്ചതും കരുണാകരൻ. എല്ലാ MLA-മാരും കരുണാകരൻ്റെ കൂടെ, റൈറ്റ്? അപ്പോൾ കരുണാകരൻ രാജിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിലും KPC പ്രസിഡന്റായിരുന്ന ആന്റണിയെയാണ് ഉമ്മൻചാണ്ടി സജസ്റ്റ് ചെയ്തത്, മറ്റു MLA-മാർ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് ആന്റണിയായി. പിന്നെ അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ഇലക്ഷൻ കാണേണ്ടി വരുന്നത് 82-ലാണ്. ആന്റണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇലക്ഷനിൽ നമ്മളെ നയിച്ചത് കരുണാകരനാണ്. ഐ ഗ്രൂപ്പാണ് ഇലക്ഷനിൽ നയിച്ചത്. കരുണാകരൻ മുഖ്യമന്ത്രി ആകുന്നതിന് എല്ലാ MLA-മാരും ഘടകകക്ഷികളും വന്ന് തയ്യാറാണ്. അതൊന്നും അത്തരം കാര്യങ്ങൾ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. 91-ല് ഇത്രയും ഗ്രൂപ്പുകൾ ശക്തമായിട്ട് നിന്നപ്പോൾ, ഗ്രൂപ്പുകളൊക്കെ ശക്തമായിരുന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം 91-ല് നമ്മൾ ഇലക്ഷനെ നേരിടുന്ന കരുണാകരൻ്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ കരുണാകരൻ മുൻ മുഖ്യമന്ത്രിയാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പിലത്തെ ഇലക്ഷൻസ് ഒക്കെ നേരിട്ടപ്പോൾ മുൻ മുഖ്യമന്ത്രിമാർ ആരെങ്കിലും ഒരാൾ നമ്മളെ ലീഡ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ 91-ലാണെങ്കിൽ കരുണാകരൻ മുൻ മുഖ്യമന്ത്രിയാണ്. അതിനു മുമ്പ് വേറെ മുൻ മുഖ്യമന്ത്രി ഇല്ല അവിടെ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2001-ലാണെങ്കിൽ ആന്റണി മുൻ മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 2006 നമ്മൾ തോറ്റു. 2011 കോൺഗ്രസ് ജയിക്കുമ്പോൾ അന്നേരം ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ട്, നമ്മളെ നയിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് 1977 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു മുൻ മുഖ്യമന്ത്രിയോ ഒരു മുൻ 2ാം സ്ഥാനം മന്ത്രിസഭയിൽ അപ്പോൾ വഹിച്ചിരുന്ന ഒരാളോ നയിക്കാതെയുള്ള ഇലക്ഷൻ വരുന്നത്. ആയിക്കോട്ടെ, നയിക്കാതെ ഇപ്പോൾ ആരെയും മുന്നിൽ ഉയർത്തിക്കാട്ടാതെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പ്രഖ്യാപനം VD സതീശൻ ആകുമോ, രമേശ് ചെന്നിത്തലയാകുമോ, അതോ KC വേണുഗോപാലാകുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് KC വേണുഗോപാൽ പറഞ്ഞൊരു വാചകം, നിങ്ങൾ നോക്കിയോ റിസൾട്ട് വന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തീരുമാനമുണ്ടാവും, ഒരു തർക്കം ഉണ്ടാവില്ല, ഒരു മാജിക്ക് പോലെ നടക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ഇത്രയും ദയനീയമായി പൊളിയാൻ എന്താ കാരണം? എവിടെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക്? അല്ലേ സാർ, എനിക്ക് തോന്നുന്നത് ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് പ്രോസസ്സാണ്. ഈ ഒരു കോംപ്ലക്സ് പ്രോസസ്സ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്കറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴാണ് ഒരു ഇലക്ഷൻ പൂർണ്ണമാവുന്നത്. അത് കാൻഡിഡേറ്റ് ഫിക്സേഷൻ മുതൽ ഇലക്ഷൻ ക്യാമ്പയിനിങ് മുതൽ അതിൻ്റെ സ്പെൻഡിങ് മുതൽ അതിൻ്റെ ഔട്ട്കം വരെ വളരെയധികം കോംപ്ലക്സ് പ്രോസസ്സാണ്. നമ്മൾ ജനങ്ങളുടെ മുന്നിൽ ചില പ്രോഗ്രാംസ്, ചില ഐഡിയാസൊക്കെ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഒരു ഇലക്ഷനുള്ളത്. ഇലക്ഷൻ എന്ന് പറയുന്ന ഈ കോംപ്ലക്സ് പ്രോസസ്സിൽ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ഈ കമ്മിറ്റ്മെൻറ്റ്സ് ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ആരെയാണ് ഇതിനെ നിയോഗിച്ചതെന്ന് നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയാവുന്നത് KC ഓവറോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പ്രൊഫസർ ഉദ്ദേശിക്കുന്നതിനകത്ത് സാമ്പത്തിക കമ്മിറ്റ്മെന്റ് ആയിരിക്കും. സാമ്പത്തികം മാത്രമല്ല, സാമ്പത്തിക കമ്മിറ്റ്മെന്റ്സ് മാത്രമല്ല ഇതിനകത്ത് പല ഗ്രൂപ്പുകളോട് കമ്മിറ്റ് ചെയ്തിരുന്ന പല അസോസിയേഷൻസിനോട്
അല്ല പല അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അസോസിയേഷനുള്ള കമ്മിറ്റ്മെന്റും മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് ബന്ധം അല്ല. ഇന്നയാള് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാമെന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്കല്ലേ മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ? അതെ. 3 പേര് നിൽക്കുന്നു. അതെ. ഇവര് തമ്മിൽ നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കണ്ടായിരുന്നോ? അല്ലാതെ വഴിയിലിട്ട് തലക്കേണ്ട കാര്യമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനം ക്ഷമിക്കത്തില്ല. എന്റെ അഭിപ്രായം ഇതാണ്. കേരളത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കത്തില്ല ഇതിന്. കാരണം അവരോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കും, ഞങ്ങളെ ആരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല, ഞങ്ങളെ എല്ലാം കഴിഞ്ഞിട്ട് MLA-മാരെ തീരുമാനിക്കുക, ഒരാൾ മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത് സാധാരണ MLA-മാരെ പിന്നെ നിരീക്ഷകരെ ഒന്ന് കാണും, ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കും, അവരവിടെ പോയി കോൺഗ്രസ് പ്രസിഡന്റും കോൺഗ്രസിൻ്റെ CLP ലീഡർ സോക്കോൾ ഹൈക്കമാൻഡുമായിട്ട് സംസാരിക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നത് വളരെ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അത് ആ ആൾ വരുന്നതിലെ ഘടകകക്ഷികളും ഇവിടുത്തെ പാർട്ടി അണികളും ജനങ്ങളും എല്ലാം ഒരുപോലെ അത് അംഗീകരിക്കുന്ന സമയത്താണ്. AK ആന്റണി ഇവിടെ വന്നിട്ടുണ്ട്, പിന്നെ അച്യുത മേനോൻ വന്നിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു തർക്കം ഉണ്ടായിട്ടില്ല. നമുക്കിപ്പോഴും ഒന്നും പറയാറായിട്ടില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ അല്ലെ, ശരിയാണ്, പറയാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന അനുസരിച്ച് KC വേണുഗോപാൽ, പാർലമെന്റ് അംഗമായ, കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ഇപ്പോഴും വാശിയോടെ ശടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോടും ഇണ്ടാതെ മുറിയിൽ കയറി കഥടച്ചിരിക്കുകയാണെന്നൊക്കെയാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട്. എന്താണ് ഇത്രയ്ക്കൊരു, എന്താണ് ഇതിൻ്റെ? ഞാൻ ചോദിക്കുന്നത് ഇവരൊക്കെ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മുന്നിൽ എത്രമാത്രം ചെറുതായി പോയി. അതെ, ഒരുപക്ഷെ മീഡിയ റിപ്പോർട്ട്സ് അങ്ങനെ പറയുന്നെങ്കിലും KC വേണുഗോപാലിനെ കുറിച്ചോ രമേശ് ചെന്നിത്തലയെ കുറിച്ചോ VD സതീശനെ കുറിച്ചോ ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം എനിക്കറിയാവുന്ന ഇവർ 3 പേരും ഡൽഹിയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിന്നെ ചർച്ചയ്ക്ക് ഹൈക്കമാൻഡുമായിട്ട് തയ്യാറാകുമെന്നും എല്ലാവരും വരാഴികളും ഹൈക്കമാൻഡിന് മുന്നിൽ തുറന്നു പറയുമെന്നും ആ ജനങ്ങളോട് തുറന്നു പറയാൻ പറ്റില്ലെങ്കിലും ഹൈക്കമാൻഡിന് മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്നും അതിനെ തുടർന്ന് അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കും ഉയർത്തുന്ന സംശയങ്ങൾക്കും കൃത്യമായ ഹൈക്കമാൻഡ് മറുപടി പറയുമെന്നും ആ മറുപടിയിൽ ഹൈക്കമാൻഡിൻ്റെ കൃത്യമായിട്ട് ആരെ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും അങ്ങനെ ഒരു സിസ്റ്റമാണ് എനിക്കറിയാവുന്നത്. ഇതുവരെ ഹൈക്കമാൻഡിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല കേരളത്തെ സംബന്ധിച്ച്. അത് 9 മണിക്കോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഈ റിസൾട്ട് വരുമ്പോൾ ഈ 3 പേരും ഒരു വളരെ യുണൈറ്റഡ് ആയിട്ട് അവർ പണ്ട് പറഞ്ഞ പോലെ തന്നെ ആ പ്രഖ്യാപിക്കാനുള്ള CLP മീറ്റിംഗ് കൂടിയാൽ കൃത്യം 5 മിനിറ്റ് കൊണ്ട് 163 പേരും കൃത്യമായിട്ട് ഒരാളെ തീരുമാനിക്കുമെന്നും അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലതാണ് ശുഭപ്രതീക്ഷ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ 3 പേരും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാകാംക്ഷികളാണ്. അതെ. ഇവരെ 3 പേരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഫോർമുല ഇപ്പോൾ പ്രൊഫസറുടെ മനസ്സിലുണ്ടോ? എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങനെ ഫോർമുലാസ് ഒന്നുമില്ല. പക്ഷെ അല്ല, ഞാൻ ചോദിക്കുന്നത്, താങ്കളൊരു മാനേജ്മെന്റ് വിദഗ്ധനാണ്, സ്ട്രാറ്റജിക് വിദഗ്ധനാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അതെ, ഒരു മാനേജ്മെന്റ് വിദഗ്ധനും ഒരു സ്ട്രാറ്റജി എക്സ്പേർട്ടും എന്നുള്ളതിന് പുറമെ അതുകൊണ്ട് മാത്രമല്ല, താങ്കൾ കേരള രാഷ്ട്രീയം വളരെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ. അപ്പോൾ നമുക്ക് എന്നാ പിന്നെ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. ഇവരുടെയൊക്കെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം. എന്താണ് ഈ സ്ട്രെങ്ത്? ഈ സ്ട്രെങ്ത് മനസ്സിലായാൽ നമുക്ക് കാര്യം. ഇതിനകത്ത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം എടുത്തു കഴിഞ്ഞാൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ കാര്യം തന്നെ എടുക്കാം. രമേശ് ചെന്നിത്തലയുടെ സ്ട്രെങ്ത് എന്താണ്? 26-ാം വയസ്സിൽ MLA, 29-ാം വയസ്സിൽ മന്ത്രി, പാർലമെന്റ് അംഗം, പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി ഒക്കെ ആയിട്ടുണ്ട്. KPC പ്രസിഡന്റ്, 10 കൊല്ലത്തേക്ക് KPC പ്രസിഡന്റ്. അപ്പോൾ സംഘടനാ തലത്തിലായാലും മറ്റുള്ളവരിലായാലും എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള നിരന്തര സമ്പർക്കവും എല്ലാ സാമുദായിക അല്ലാതെ എല്ലാ സംഘടനകളുമായിട്ടും കേന്ദ്രത്തിലും ഒക്കെ ഒരു നിരന്തരമായി ഒരു യൂത്ത് കോൺഗ്രസിൻ്റെയും NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന് എല്ലാവരുമായിട്ടൊരു വളരെ നല്ല ഊർജ്ജസ്വലമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെ കെട്ടിളക്കിക്കൊണ്ട് പോകാൻ അദ്ദേഹത്തിന് നല്ല കഴിവുള്ളതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞാൽ KC വേണുഗോപാലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ KC വേണുഗോപാൽ സംസ്ഥാന മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആണ്, PSCയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്, ACC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്. എല്ലാ നിയമസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിലും ക്യാമ്പയിൻ ചെയ്യുന്നതിലും 140 സ്ഥലങ്ങളിലും പോയി വർക്ക് ചെയ്തയാളാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എല്ലാ സ്ഥാനാർത്ഥികളുടെയും വിശ്വാസം ആർജിച്ച ഒരാളാണ്. പാർലമെന്റ് അംഗം, പിന്നെ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ, പിന്നെ AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ഇന്ത്യ മുഴുവൻ കോൺഗ്രസിൻ്റെ പിന്നെ ഉത്തരവാദിത്തങ്ങൾ നടപ്പാക്കുന്ന ഒരാൾ. ഇങ്ങനെയുള്ള KCക്ക് എന്തുകൊണ്ടാണ് ഇവരെല്ലാം വെട്ടി കേരളത്തിലേക്ക് വരണം? അങ്ങനെ നമ്മൾ ഒരിക്കലും അങ്ങനെ കരുതേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഈ കഴിവുകൾ, ഇത്രയും കൂടുതൽ കഴിവുകളുള്ള ഒരാൾ അല്ല, കഴിവുള്ള ആളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഇവിടെ ഉള്ളവർക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ വന്ന ഇവരെ ഇവിടെ ഒന്നും ഭരിച്ചു കളയാമെന്നോ കരുതിയല്ലോ. അങ്ങനെ കരുതുന്നത് ശരിയല്ല. അങ്ങനെ അദ്ദേഹം പറയണം. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന VD സതീശൻ.
വി ഡി സതീശൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏത് കാര്യങ്ങളെ അനലൈസ് ചെയ്യാനും ജനങ്ങളെ ധരിപ്പിക്കാനും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഉള്ള അസാധാരണമായ ഒരു കഴിവുള്ള ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് UDFൻ്റെ ചെയർമാനാണ്, പ്രതിപക്ഷ നേതാവാണ്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്രോമിസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വായിലൂടെയാണ്. അപ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് പിന്നെ കേന്ദ്രത്തിൽ മുതൽ ഇവിടുത്തെ ലാസ്റ്റ് പഞ്ചായത്ത് വരെ ഈ 3 പേരും ഒരുപാട് കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് പരസ്പര ധാരണയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഇവർ കണ്ടുപിടിക്കേണ്ടത്. അവർ കണ്ടുപിടിക്കാൻ ഇന്ന് രാത്രി കൊണ്ട് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും അതല്ല, നമ്മൾ ഇതുവരെ മീഡിയകളിൽ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. മീഡിയകൾ പറയുന്നതൊന്നും യാഥാർത്ഥ്യമാവണമെന്നില്ല. ആ റൂമിനകത്ത് നടക്കുന്നത് ഇവരെ 3 പേരും, അതിനു പുറമെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ലീഡർ ഓഫ് ഓപ്പോസിഷനായ രാഹുൽ ഗാന്ധിയും അടങ്ങുന്ന 5 പേർക്ക് ഈ കാര്യങ്ങളിൽ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഈ സ്റ്റേറ്റ് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും മാസീവായിട്ടുള്ളൊരു ഉത്തരവ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ചുമതലയുള്ള കേരളത്തിൽ നിന്നുള്ള MP ആയിട്ടുള്ള ഒരാളാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ കേരളത്തിൽ MP ആയിരുന്നില്ല. അതുകൊണ്ട് കേരളത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ തവണ ഇവിടുത്തെ CLP ലീഡറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോയി അന്നത്തെ കോംപ്ലിക്കേഷനിൽ ഇവിടുത്തെ തീരുമാനത്തെ പോലും ഓവർ റൂൾ ചെയ്തുകൊണ്ട് സതീശനെ അന്ന് പ്രതിപക്ഷ നേതാവാക്കിയ ആളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനെ വരും പരിപാടികളെ കുറിച്ച് നല്ല നിശ്ചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൃത്യമായൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ തീരുമാനത്തിൽ കൃത്യമായിട്ട് ഇവരുടെ 3 പേരുടെയും കഴിവുകൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫോർമുലയും അവർ വാർത്തെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എനിക്ക് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഒരുമിച്ച് ഇല്ലാത്തൊരു മന്ത്രിസഭ അത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഗ്ലാമറും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ. ഇവരൊക്കെ ഒന്നിച്ചുള്ളൊരു മന്ത്രിസഭ തന്നെയായിരുന്നു നല്ലത്. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ ഇനിയിപ്പോൾ ഇവർ ഒന്നിച്ച് നിന്നാൽ പോലും അവർ വാല്യൂ ഇല്ല, വിലയില്ലാതായി പോയി. ജനാധിപത്യമല്ലേ? അപ്പോൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ആഗ്രഹങ്ങളും അല്ല, ജനാധിപത്യത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും എനിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും എന്നുള്ള തോന്നലുകളും ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാ മനുഷ്യനെയും കയറി ഉമ്മൻചാണ്ടിയായി കാണാൻ പറ്റില്ല. എല്ലാ തവണയും അധികാരം വരുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ 2ാമനായിക്കോളാം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ പുറത്ത് നിന്നാലും സെയിം പണി ചെയ്തോളാം എന്ന് പറയുന്ന ആ ഒരു ആർജവും ആ ഒരു മറ്റൊരു രീതി പറഞ്ഞാൽ എല്ലാവരും വളരെ സ്വാർത്ഥനാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും നോർമൽ മനുഷ്യരാണ്. ഉമ്മൻചാണ്ടി കുറച്ചും കൂടി നിസ്വാർത്ഥനായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഈ നോർമലായിട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ ഇവർ 3 പേരിലും കാണുന്നത്. അതിനപ്പുറത്തേക്ക് പോയൊരു ഉമ്മൻചാണ്ടി ആവാൻ പലപ്പോഴും ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം എപ്പോഴും ഒരു നമ്പർ 2ഓ നമ്പർ 3ഓ ഒക്കെ ആവാൻ പുള്ളിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2001 ഇലക്ഷനാണ് ഞാൻ ഏറ്റവും മനോഹരമായി കാണുന്നത്. 2001 ഇലക്ഷനിൽ അന്ന് AK ആന്റണി നയിക്കുമ്പോൾ മുന്നിൽ നിന്ന് ആ ഇലക്ഷനെ ലീഡ് ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അന്ന് I ഗ്രൂപ്പ് KV തോമസിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ കൃത്യമായിരുന്നു ആ KV തോമസിനെ മന്ത്രിസഭയിൽ എടുത്തു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് മന്ത്രിയാകാൻ കഴിയില്ല എന്ന് ഉറപ്പായിരുന്നു. എന്നിട്ടും KV തോമസിനെ മന്ത്രിസഭയിൽ എടുക്കുകയും എന്നാൽ വേണ്ട ഞാൻ കൺവീനർ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സ്വയം പിന്നോട്ട് പോവുകയും എന്നിട്ടും ആ മന്ത്രിസഭയുടെ എല്ലാ കാര്യങ്ങളും ആന്റണിയെ ഡേ ടു ഡേ ബേസിൽ സഹായിക്കുകയും ചെയ്യാൻ കഴിഞ്ഞ ഉമ്മൻചാണ്ടി. അതൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഭാസമാണ്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ചോദിക്കുക, അന്ന് KV തോമസിനെ മന്ത്രിസഭയിൽ എടുത്തപ്പോൾ അന്ന് ഉമ്മൻചാണ്ടി പിണങ്ങിയെന്ന് കരുതുക, ഇടഞ്ഞു, എനിക്ക് മന്ത്രി ആകണം, എന്നെ ആക്കാതിരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇടഞ്ഞാൽ സംഭവിക്കാമായിരുന്നു എന്താ നമുക്കറിയാമല്ലോ. വളരെ മോശമായിരിക്കും. അപ്പോൾ അത് സംഭവിച്ചില്ല എന്നുള്ളത് അന്നത്തെ ഒരു ഉമ്മൻചാണ്ടിയുടെ വിശാല മനസ്കതയാണ്. പക്ഷേ ഇന്ന് ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് എന്തുകൊണ്ടാണ് പലരും തയ്യാറാവുന്നത്? ഇന്ന് അങ്ങനെ സതീശനോ അല്ലെങ്കിൽ രമേശോ അല്ല വേണുഗോപാലോ തയ്യാറാവില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല ശരി പ്രൊഫസറുടെ ആ ഒരു വിശ്വാസം നമുക്ക് ശരിയാവുന്ന കരുതുക. എങ്കിലും ഞാൻ മറുവശം ചോദിക്കട്ടെ, ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കേൾക്കുന്നത് പോലെ താനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കെ സി വേണുഗോപാൽ പിടിവാശി തുടരുകയും ഒടുവിൽ ഹൈക്കമാൻഡ് അത് അംഗീകരിക്കുകയും ചെയ്തു എന്ന് കരുതുക, എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ എപ്പോഴും അങ്ങനെ ആഗ്രഹമാണ് പിടിവാശി എന്നുള്ള വാക്ക് ഞാൻ എഗ്രിയില്ല. കെ സി വേണുഗോപാലിനെ MLA തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് മീഡിയ പറയുന്നത് ശരിയാകുകയും ഹൈക്കമാൻഡ് അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ, ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ആ മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ ആ മന്ത്രിസഭ വളരെ വീക്കായിരിക്കും. ഉണ്ടാവുമോ? അവരെ നമ്മൾ കരുതുന്നത്
അവരെ ഒരു അടിയുറച്ച കോൺഗ്രസ്സുകാരായിട്ടാണ് ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് അഭിമാനമുള്ളവരായിട്ടുവാ. അതെ, എല്ലാ അഭിമാനത്തിനും അപ്പുറത്ത് പാർട്ടി അവരുടെ വാക്കെങ്കിലും അവർ പാലിക്കണ്ടേ? അവരെന്ത് വാക്ക് പറഞ്ഞു? വാക്കുകളും അല്ല, എനിക്ക് തോന്നുന്നില്ല എപ്പോഴെങ്കിലും വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ഹൈക്കമാൻഡിനെ ഞങ്ങൾ ധിക്കരിച്ചുകൊണ്ട് ആ ഹൈക്കമാൻഡ് പറയുന്ന അനുസരിക്കില്ല എന്ന് പറഞ്ഞതായിട്ട്. ഹൈക്കമാൻഡിനെ ധിക്കരിക്കുകയല്ല. നാളെ ഹൈക്കമാൻഡ് എനിക്കും എന്നെ മാറി നിൽക്കാനായിട്ട് എൻ്റെ മണ്ഡലത്തിലെ ചുമതലകൾ നോക്കാനും എന്നെ അനുവദിക്കണമെന്ന് പറയാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് മുന്നിൽ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാമെന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാമെന്നും ഈ 3 പേരും കൂടെ നമുക്ക് ഗ്യാരണ്ടി തന്നതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഇവരങ്ങനെ ഗ്യാരണ്ടി തരുന്ന സമയത്ത് ലളിതമായൊരു ചോദ്യം, നേരത്തെ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകണമെന്ന് എല്ലാവരും നിർദ്ദേശിച്ചപ്പോൾ രാഹുൽ ഗാന്ധി തയ്യാറാവാതെ ഒഴിഞ്ഞു മാറിയില്ലേ? പ്രസിഡന്റ് ആകാവുന്നത് പോലെ അല്ല ഇത്, കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന പോലെ അല്ല ഇത്. ഇത് നമ്മൾ 102 സീറ്റ് അവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധിയെ മന്ത്രിസഭയിൽ അംഗമാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി മാറിയില്ലേ? മാറി. പക്ഷെ 2009 ഇലക്ഷനിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി മന്ത്രിയായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കാമെന്ന് രാഹുൽ ഗാന്ധി ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെയല്ല സതീശന്റെയോ രമേശിന്റെയോ വേണുഗോപാലിന്റെയോ സ്ഥിതി. ഇവർ 3 പേരും വേണുഗോപാൽ ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ വേണുഗോപാൽ അല്ല അനൗൺസ് ചെയ്തത് ഇന്ദിരാ ഗ്യാരണ്ടി. ഇന്ദിരാ ഗ്യാരണ്ടി അനൗൺസ് ചെയ്തത് സാക്ഷാൽ രാഹുൽ ഗാന്ധിയും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പിന്നീട് അവിടുത്തെ UDF ചെയർമാനായ ഇപ്പം ഈ കാര്യങ്ങൾ നടത്താനായിട്ട് ജനം യോഗ്യതയുണ്ടെന്ന് കരുതുന്ന സാക്ഷാൽ അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവരെല്ലാവരും ഈ ഇന്ദിരാ ഗ്യാരണ്ടി നടത്തുമെന്നും ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും ഓരോ മീറ്റിങ്ങുകളിലും ഇവിടുത്തെ സമൂഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നടത്താൻ പര്യാപ്തമായ രീതിയിൽ ഇവർ 3 പേരും ഈ സമൂഹത്തോട് ബാധ്യസ്ഥരാണ്. അവരത് ചെയ്തില്ലെങ്കിൽ ഈ ജനം അവരെ ഒരിക്കലും പിന്നീട് അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 3 പേരും ഒരുമിച്ചിരുന്ന് ഇതിന് സൊല്യൂഷൻ. ഇപ്പോഴത്തെ കേരളത്തിന്റെ മൂഡ് അതാണോ? ഇപ്പോഴത്തെ കേരളത്തിന്റെ മൂഡ് താങ്കൾ ചെയ്യുന്നത് പോലെ ഇപ്പോൾ താങ്കൾ വിചാരിക്കുന്നത് പോലെ ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണോ കേരളത്തിലെ ജനങ്ങളുടെ, വോട്ട് ചെയ്ത ജനങ്ങളുടെ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഞാൻ സംസാരിച്ചവരിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരുപാട് പേർക്ക് ഇവിടുത്തെ സിസ്റ്റത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് കൃത്യമായിട്ട് ഒരു അറിവില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ ആളുകൾക്ക് ഇപ്പം നമ്മളെക്കാളും അറിവില്ല. അല്ല, ഉണ്ടാവാം. പക്ഷേ ഈ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി കോൺഗ്രസിന്റെ ഇന്ന രീതിയിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ആർക്കും അറിയാമെന്ന് അതൊക്കെ അറിയാം. അല്ല, അറിയാമെങ്കിൽ ഇവിടുത്തെ പ്രതിഷേധ പ്രകടനങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഒരുപക്ഷെ മുന്നിൽ പ്രതിഷേധ പ്രകടനങ്ങളൊന്നും അല്ല, മുന്നിൽ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അതിനകത്ത് ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ നടക്കുന്നതായിരിക്കാം. ഞാനതല്ല കാണുന്നത്. ഇപ്പൊ അല്ലാതെ നമ്മള് പുറത്തിറങ്ങി ജനങ്ങളോട് സംസാരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ, യാതൊരു രാഷ്ട്രീയ ബന്ധവുമില്ലാത്തവരെ, ഒരു രാഷ്ട്രീയ നേതാവിനോട് പോലും ഒരു വ്യക്തിപരമായ ബന്ധവുമില്ലാത്ത, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമില്ലാത്ത, വളരെ അവർ പലരും കോൺഗ്രസ്സുകാർ പോലും അല്ല, അവരൊക്കെ പറയുന്ന അവരുടെ ഒരു വികാരം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാക്കുന്നില്ല എന്നുള്ളതാണ്. വി ഡി സതീശൻ എന്നൊരു ആളെ തന്നെ ആക്കണമെന്നുള്ളതല്ല, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒരു ധാരണ ഇവിടെ ആളുകൾക്ക് ഉണ്ടായത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഉണ്ടായത്? വി ഡി സതീശനെ ആക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകാൻ പൂർണ്ണമായി യോഗ്യനാണ്. വി ഡി സതീശനുള്ള കഴിവുമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരിടത്തും അല്ലെങ്കിൽ UDF ഒരിടത്തും വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കാം എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ജനങ്ങൾ അങ്ങ് അസ്യൂം ചെയ്തു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇവിടെ കോൺഗ്രസ് പ്രോമിസ് ചെയ്തേക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കാം, ഇവിടുത്തെ ഭരണ സംവിധാനം ലോ ആൻഡ് ഓർഡർ വീണ്ടെടുക്കാം, ആരോഗ്യരംഗം വീണ്ടെടുക്കാം, ഇവിടുത്തെ ഭരണ പ്രതിസന്ധി ഇല്ലാണ്ടാക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് പ്രോമിസ് ചെയ്തത്. അതിനകത്ത് വി ഡി സതീശനെന്നോ KC വേണുഗോപാലെന്നോ രമേശ് ചെന്നിത്തലയോ എന്നുള്ള വ്യത്യാസമില്ല. ഞാനൊരു വോട്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഇവർ 3 പേരും വന്നില്ലെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് കോൺഗ്രസ് പറഞ്ഞ് വോട്ട് മേടിച്ച സ്ഥിതിക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കിട്ടാൻ അവർ ആരെ കൊണ്ടുവന്നാലും ആ സംഭവം ചെയ്തു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ എനിക്കൊരു പ്രശ്നമുള്ളൂ. ഈ കാര്യം ചെയ്തു തരണം. അവരാഗ്രഹിച്ച പോലെ ഇത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ചെയ്തു കൊടുക്കാൻ ഇന്ന ആൾക്ക് കഴിയുമെന്നും ഇന്ന ആൾക്ക് കഴിയില്ല എന്നും നമ്മൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ? അല്ല, ഞാൻ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. കഴിഞ്ഞില്ലെങ്കിലോ ഓബിയസ്ലി അവർ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ബാധ്യസ്ഥമാണ്. അല്ല, അപ്പം നമ്മളിത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ടും കൊണ്ട് വന്നവിടെ ഇതൊക്കെ ചെയ്തു കൊടുക്കും എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം. KC വേണുഗോപാൽ മാത്രമല്ല, അത് രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഇവർ 2 പേരും മന്ത്രിസഭ ഇല്ലെങ്കിലോ? എങ്കിലും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുമോ? അവർ 2 പേരും മാറ്റി നിർത്തിക്കൊണ്ട ഒരു മന്ത്രിസഭ ഇതുവരെ എനിക്ക് ചിന്തിക്കാൻ. അവർ 2 പേരും മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറായില്ലെങ്കിലോ എന്നാ എന്റെ ചോദ്യം.
അവർ ജനത്തോട് കൊടുത്ത ഒരു പ്രോമിസ് അവർക്ക് തന്നെ ലംഘിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ അവർ ജനത്തോട് പറഞ്ഞു ഞാൻ മന്ത്രി ആയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഇല്ല, അവർ നടപ്പാക്കാന്ന് പറഞ്ഞു. അവർ നടപ്പാക്കാവുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, പക്ഷേ അവർ നടപ്പാക്കാന്ന് പറഞ്ഞപ്പം അവർ ഒരു വി ഡി സതീശൻ നടപ്പാക്കാന്ന് പറഞ്ഞു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അല്ല, ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലല്ല, അതാണ് ജനം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റില്ല. UDF നടപ്പാക്കും എന്ന് മാത്രമാണ് വി ഡി സതീശൻ പ്രോമിസ് തന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പ്രോമിസ്, അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ പ്രോമിസ് തന്നിരിക്കുക. UDF ഇവിടെ നടപ്പാക്കിയില്ലെങ്കിൽ ഇവർക്ക് 3 പേർക്കും ഈക്വലി ഉത്തരവാദിത്വമുണ്ട്. ഒരു തരത്തിലും അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നെ മന്ത്രിയാക്കിയോ, ഉമ്മൻചാണ്ടി ഒരു കാലത്തും പിന്നെ UDF കൺവീനർ ആയിരിക്കുമ്പോഴോ മന്ത്രി അല്ലാത്തപ്പോഴോ UDF ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉത്തരവാദിത്വം എടുക്കാതിരുന്നിട്ടില്ല. അദ്ദേഹം നടപ്പാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാക്കിയിട്ടുണ്ട്. കെ കരുണാകരൻ ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല എന്നെ ഇന്നതാക്കാത്തതുകൊണ്ട് ഞാൻ ഇന്നത് നടപ്പാക്കിയില്ല എന്ന്. ഇവർക്ക് 3 പേർക്കും ഓടി നടന്ന് പ്രചരണം നടത്തി. ഒരാൾ പ്രചരണ കമ്മിറ്റി ചെയർമാനായിരുന്നു, ഒരാൾ AICC ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഒരാൾ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇവർ 3 പേരും മത്സരിച്ച് ഇവിടുത്തെ പിന്നെ LDFന്റെ ഓരോ കാര്യങ്ങളും മോശമായ കാര്യങ്ങൾ തിരുത്തി തരാമെന്നും ഇവിടെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കി തരാമെന്നും നമ്മൾ സാധാരണ ജനങ്ങൾക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു കഴിഞ്ഞാലും അത് എങ്ങനെയായി വന്നു കഴിഞ്ഞാലും ഇത് അടുത്ത 5 കൊല്ലം കൊണ്ട് ഇവിടെ നടപ്പാക്കി തരേണ്ട ബാധ്യത ഇവർക്കുണ്ട്. ഒരു കാരണവശാലും അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല, ഒരാൾക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. ശരി, അപ്പൊ എന്റെ ഒരു ചോദ്യം, അല്ലെങ്കിൽ അവർ ആദ്യമേ പറയണമായിരുന്നു എന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യാൻ തയ്യാറല്ല. ശരി, അവരൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് പിന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പം വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആണോ? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ വിഭാഗം ജനങ്ങൾ. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ പ്രതീക്ഷ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുമെന്നാണ്. അതെങ്ങനെ ആ പ്രതീക്ഷ എന്താണ് വന്നത്? അത് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഓരോരുത്തർക്കല്ലല്ലോ, എല്ലാവർക്കും പറയാൻ പറ്റുമോ? 1 കോടി ജനങ്ങളാണ്. ഭൂരിപക്ഷം ജനങ്ങൾക്കൊന്നും താങ്കൾ തന്നെ പറഞ്ഞു. അല്ല, ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും മറ്റു സ്ഥലങ്ങളിലും വരുന്ന ഭൂരിപക്ഷം. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയ എല്ലാം ഒരാൾ ഓർഗനൈസ് ചെയ്തുണ്ടാക്കുന്നതാണോ? അല്ല, അതിനേക്കാളും 3 പേരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഒരാൾക്ക് അനുകൂലമായിട്ട് ഇതെല്ലാം കൂടെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾക്ക് അനുകൂലമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരാൾക്ക് ലീഡ് ചെയ്യും. കാരണം അദ്ദേഹമായിരുന്നു ഫേസ്. അപ്പൊ അദ്ദേഹമാണ് ഫേസ് എങ്കിൽ അദ്ദേഹം തന്നെയല്ലേ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു പാർലമെന്ററി സംവിധാനത്തിൽ അങ്ങനെ നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? വാശി പിടിക്കും. അല്ല, ജനം വാശി പിടിക്കുന്നു. ജനം വാശി പിടിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്. ഒരാൾ ഇതിന്റെ ഫേസ് ആണെങ്കിൽ ആൾ തന്നെ മുഖ്യമന്ത്രിയാണെന്ന് ജനം വാശി പിടിക്കുന്നു. അങ്ങനെ വാശി പിടിച്ചെടുത്ത് അത് നടപ്പാക്കാതിരുന്നപ്പോഴൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായ ചരിത്രമുണ്ട്. താങ്കൾക്ക് അറിയാമല്ലോ. ആന്ധ്രയിൽ ഉണ്ടായില്ലേ, പിന്നെ മധ്യപ്രദേശിലുണ്ടായില്ലേ, രാജസ്ഥാനിലുണ്ടായില്ലേ, ആന്ധ്രയില് പിന്നെ റെഡ്ഡി, ജഗൻമോഹൻ റെഡ്ഡി മരിക്കുന്നത് വരെ YSR തന്നെയായിരുന്നു കോൺഗ്രസ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ കൂടിയായിരുന്നു ജനങ്ങൾ നിറഞ്ഞിട്ടും ഒരു വാശി എടുത്തിട്ടല്ല അന്ന് തീരുമാനം എടുത്തത്. അല്ല, അന്ന് ജഗൻമോഹൻ റെഡ്ഡിയുടെ കൂട്ടത്തിലാണ് ജനങ്ങളെന്ന് അന്ന് അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. അല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത്രയും പരിചയമുണ്ട് എന്ന് അവിടുത്തെ നിരീക്ഷകർക്ക് തോന്നിയില്ല. ആ നിരീക്ഷകരുടെ പരാജയം തന്നെ അന്ന്. ശരി, അന്ന് അത്ര പ്രകടമായിരുന്നില്ല. ഇന്നത് അങ്ങേയറ്റം പ്രകടമായിരിക്കുന്ന സമയത്ത് പോലും ആ തീരുമാനത്തിന് വിരുദ്ധമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ 46 അല്ലെങ്കിൽ 50 MLA ആ നിൽക്കുന്നവർ അവരൊന്നും ഒരു റീതിങ്കിങ് കൂടെ നടത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയുകയാണ്. ഇപ്പൊ ഈ MLA അവരുടെ നിയോജകമണ്ഡലത്തിൽ നിന്നാണല്ലോ വരുന്നത്. ആ നിയോജകമണ്ഡലങ്ങളിൽ അവരൊന്നുകൂടി പോയി അന്വേഷിച്ചിട്ട് വരേണ്ട കാര്യം. ആ ഒരു തീരുമാനം നല്ല നിർദ്ദേശമാണ്. MLA 140 MLA അവരുടെ മണ്ഡലങ്ങളിലേക്ക് തിരികെ അയച്ചിട്ട് അവർ ജനങ്ങളുമായിട്ട് സംവദിക്കുക. അതിനുശേഷം പ്രത്യേകിച്ച് അവർ പാർട്ടിയിലെ ബൂത്ത് പ്രസിഡന്റുമാരോട് എല്ലാവരോടും സംസാരിക്കുക. എന്നിട്ട് അവർ വീണ്ടും വന്ന് ആൾക്കാർക്ക് അത് നല്ലൊരു നിർദ്ദേശം. ആൾക്കാർക്ക് അത്രയും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. എന്നാലും അത് ശരിയാ, അതൊരു നല്ല നിർദ്ദേശമാണ്. താങ്കൾക്ക് ആ നിർദ്ദേശം ഡൽഹിയിൽ എത്തിക്കാൻ പറ്റുമോ? താങ്കൾ നേരത്തെ വേറൊരു ഫോർമുലയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അതായത് എല്ലാവരും തൃപ്തിപ്പെടുന്ന പിന്നെ വി ഡി സതീശന് അർഹമായ പ്രാതിനിധ്യം കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പിന്നെ പീക്കിൽ അല്ലെങ്കിൽ ഒരു ലേറ്റർ പീരീഡ് ഓഫ് ടൈമിൽ നിൽക്കുന്ന ഒരു ആളാണ്. ഒരുപക്ഷെ അദ്ദേഹം പലതവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് വന്ന് കടന്നുപോയ ആളാണ്. അദ്ദേഹത്തിന് ഒരു ഷോർട്ട് പീരീഡിൽ കൊടുക്കുകയും പക്ഷേ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനും ഫൈനാൻസിൻ്റെ ഇൻചാർജും ഒക്കെ പിന്നെ നൽകിക്കൊണ്ട് എല്ലാ വകുപ്പുകളിലും കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് വി ഡി സതീശൻ ഉപമുഖ്യമന്ത്രിയാകുകയും ചെയ്യുക എന്നൊരു പോസിബിലിറ്റിയാണ്. പക്ഷേ അപ്പോഴും കെ സിയുടെ പ്രശ്നം നിൽക്കുന്നു. അല്ല, ഞാൻ ഷോർട്ട് പീരീഡ് എന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ രമേശ് ചെന്നിത്തല കെ സി പിൻവാങ്ങിയാലേ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലേ, കേരളം നന്നായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് 2 പേർക്കുമല്ലോ കെ സിക്കും കൂടെ വാശി ഉണ്ടായാലേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ കെ സിക്ക് തന്നെ ഒരു ഫോർമുല അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് എനിക്ക്. അങ്ങനെയാണെങ്കിൽ കെ സി എന്തിനാണ് ഇതിലൊന്നും ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ മാറിയിരിക്കുന്നത്? അത് കെ സി എല്ലാം ഒരുപക്ഷെ കാണുന്നതായിരിക്കും. നമുക്കറിയില്ലല്ലോ. അദ്ദേഹവും
കുറേ കാലമായി കാര്യങ്ങളൊക്കെ ഇടപെട്ടത്. അദ്ദേഹം മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കാമെന്ന് പുള്ളി കാണുമായിരിക്കും. നമുക്കറിയില്ല. കാരണം ഇപ്പോഴും ഇതൊക്കെ മീഡിയ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവിൽ ഇതുവരെ ഇവർ പരസ്പരം എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പോരടിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഒരിക്കലും അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ മീഡിയകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിന് ഒരു കളങ്കം വരുത്തി വെക്കുന്ന ഒരു തീരുമാനം ഇവരാരെങ്കിലും എടുക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഇവരെല്ലാവരും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ളവരാണ്. എല്ലാ പോസ്റ്റുകളിലും ഇരുന്ന് ഇവിടെ എത്തിയവരാണ്. ശരി, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വലിയ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു തർക്കവും വഴക്കവുമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. അതിനുശേഷം ഒരു മുഖ്യമന്ത്രി വരുന്നു, ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നു, ഇവിടെ ഭരണം നടത്തുന്നു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ CPM സംബന്ധിച്ച് അല്ലെങ്കിൽ LDF സംബന്ധിച്ച് വളരെ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിൽ നിന്നിരുന്ന അവർക്ക് ഒരു ചവിട്ടുപിടിയായില്ലേ? ഇതൊക്കെ അറിയുന്നുണ്ട്. കണ്ടില്ലേ, ഈ UDF ഭരണം കൊടുത്താൽ ഇങ്ങനെയാവും, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതെന്ന് പറയാൻ അവസരം കൊടുത്തില്ലേ? ഒരിക്കലുമില്ല. ഉണ്ട്. ഇല്ല, ഇതെൻ്റെ അഭിപ്രായം ഡിഫറെൻ്റ് ആണ്. ചാനലുകളിലും മീഡിയകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് പലപ്പോഴും കോൺഗ്രസ്സിൽ ഒരു ശീലമാണ്. പിന്നെ ഒരു തിയറി ഉണ്ട്, പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി വെദർ ഗുഡ് ഓർ ബാഡ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന്. മനസ്സിലായില്ല? അപ്പോൾ ഈ ആര് എന്തൊക്കെ ഡിസ്കഷൻസ് നടത്തി അവസാനം ഒരു ശുഭമായ ഒരു പര്യവസായി ആണെങ്കിൽ എല്ലാ പബ്ലിസിറ്റികളും എല്ലാ വാക്കുതർക്കങ്ങളും വളരെ നല്ലതാണ് എന്നുള്ളൊരു തിയറിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം പബ്ലിസിറ്റി ഈസ് പബ്ലിസിറ്റി. കാരണം ഇപ്പോൾ ഇവരാര് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും, ഇവരുടെ ഭരണം എങ്ങനെയാണെന്ന് നോക്കും, ഓരോ കാര്യങ്ങളും ഇഴകേറി പരിശോധിക്കും. ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാളായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായി ചെയ്യുമായിരുന്നു ജനം പറയും. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ ഒരു വാലിഡേഷൻ ഓരോ തീരുമാനങ്ങളിലും ഉണ്ടാകുമെന്ന് അറിയുമ്പോൾ ഇവരുടെ ഭരണത്തിൽ തന്നെ ഇവർക്ക് ഓരോ ദിവസവും അവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തുടക്കത്തിൽ തന്നെ വളരെ കോസിയായിട്ട് പോയി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിനേക്കാളൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടും വളരെ ശ്രമകരവുമായിരിക്കും ഭരണം. അപ്പോൾ ആര് വന്നാലും ഈ ഭരണം ബെറ്റർ ആവാനാണ് ഇങ്ങനെ ഒരു ക്രൈസിസ് സഹായിക്കാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എല്ലാം നല്ലതെന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഇത് മോശമാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ എല്ലാം നല്ലതെന്നുള്ള കഥയിൽ അറിയാമായിരിക്കുമല്ലോ. സാർ കേട്ടിട്ടുണ്ടാവും എല്ലാം നല്ലതിൻ്റെ കഥ വളരെ മനോഹരമാണ്. ഒരു രാജാവ് എന്ത് പറഞ്ഞാലും ആ രാജാവിനോട് മന്ത്രി പറയും എല്ലാം നല്ലതിന്. അതിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ചീത്തതെന്ന് നമുക്ക് തോന്നുന്നത് നല്ലതെന്ന് തോന്നുന്ന കാര്യം എല്ലാം നല്ലതെന്ന് ഇങ്ങനെ മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നു. ആ രാജാവ് മരിച്ചു. ആ യുവരാജാവ് രാജാവായി. ആ രാജാവ് യുവരാജാവിന് ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അരിശമാണ് എല്ലാം നല്ലതെന്ന്. ഇങ്ങനെ കുറേ ദിവസം കേട്ട് കഴിഞ്ഞ് ഒരു ദിവസം ഉടവാള് റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് യുവരാജാവിന് കൈ നന്നായിട്ടൊന്ന് മുറിഞ്ഞു കഴിഞ്ഞപ്പോഴും മന്ത്രി പറഞ്ഞു എല്ലാം നല്ലതെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന യുവരാജാവ് മന്ത്രിയെ എടുത്ത് ജയിലിലടച്ചു. അത് കഴിഞ്ഞ് രാജാവ് വേട്ടയ്ക്ക് പോയി. വേട്ടയിൽ വഴിതെറ്റി ഒരു കാട്ടിലെ ഒരു കൂട്ടത്തിൽ അകപ്പെടുകയും ആ കാട്ടിലെ കൂട്ടം ഒരാളെ ബലി കൊടുക്കാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കറിയില്ലല്ലോ ഈ രാജാവാണോ മന്ത്രിയാണോ, അവർക്ക് ഇവരെക്കുറിച്ച് ഒരു പിടിയുമില്ല. ഇയാളെ കിട്ടി ബലി കഴിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അവരുടെ മൂപ്പം പറയുന്നത് ഇദ്ദേഹത്തെ ബലി കൊടുക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ട്, അതുകൊണ്ട് ഇദ്ദേഹത്തെ ബലി കൊടുക്കാൻ പറ്റില്ല. രാജാവ് രക്ഷപ്പെടുകയും തിരിച്ചെത്തി ഉടൻ തന്നെ മന്ത്രിയെ റിലീസ് ചെയ്ത് മന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ അന്ന് എല്ലാം നല്ലതിനെന്ന് പറഞ്ഞത് വളരെ കറക്റ്റായി. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല, നിങ്ങളെ ഞാൻ ജയിലിൽ അടച്ചപ്പോഴും നിങ്ങൾ അപ്പോഴും പറഞ്ഞു എല്ലാം നല്ലതിനെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ മന്ത്രി പറഞ്ഞു രാജാവേ, ഈ യാത്രയ്ക്ക് വേട്ടയ്ക്ക് പോകുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഞാൻ അന്നും കൂടെ ഉണ്ടാവുമല്ലോ. എൻ്റെ ശരീരത്തിൽ മുറിവില്ലാത്ത കാരണം എന്നെ അവർ ബലി കൊടുക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ ജയിലിലടച്ചു. അത് നല്ലതിനാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസിന്റെ ഈ തർക്കം എന്ന് പറയുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പൊ അതെന്ന് പറയാൻ പറ്റില്ല, അതങ്ങനെ ആവാം. പക്ഷെ ഇതെല്ലാം നല്ലതിനായിട്ട് കലാശിക്കുമെന്നും ഇതൊരു വളരെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഭരണത്തിലേക്ക് ഈ സംഭവം ഈ തുടക്കം നയിക്കുമെന്നും എപ്പോഴും നയിക്കുമല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, 5 വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൗജന്യ യാത്ര സ്ത്രീകൾക്ക്, അതെ, 1000 രൂപ വീതം വിദ്യാർത്ഥിനികളുടെ അക്കൗണ്ടിലേക്ക്, 25 ലക്ഷം രൂപ സൗജന്യ ചികിത്സാ ഫണ്ട്, പിന്നെ 5 ലക്ഷം രൂപ വരെ സംരംഭകർക്ക് വായ്പ, അതിനെല്ലാം പുറമെ 3000 രൂപ വീതം പെൻഷൻ, സാമൂഹ്യ പെൻഷൻ. ഇതെല്ലാം എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? ഇവിടെ പിന്നെ ഖജനാവ് പൂച്ച പറ്റിയെടുക്കുകയാണെന്ന് പറയും. അതെ. അപ്പം 6 ലക്ഷം കോടി രൂപയുടെ കടമാണിപ്പോൾ ഉള്ളത്. ഇത് KC വേണുഗോപാൽ വിചാരിച്ചാൽ പിന്നെ ചില സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പണം കൊണ്ടുവരാൻ പറ്റുമായിരിക്കും ഇലക്ഷൻ തെളിവിന് വേണ്ടിയിട്ട്. പക്ഷേ ഭരിക്കാനുള്ള പണം അങ്ങനെ വരില്ലല്ലോ. ഈ പറഞ്ഞ ഇവിടെ നിന്നെങ്കിലും
അവിടെയാണ് ഒരുപക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി സാമ്പത്തിക അച്ചടക്കവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫിനാൻഷ്യൽ ഇന്നോവേഷൻസും ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു അല്ല, അതൊക്കെ കൂടിയിരുന്ന് ആലോചിക്കേണ്ടവരാണ് ഇപ്പം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ആ കഴിവുകൾ ഒരുമിച്ച് ഒരു ടേബിളിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ ഇന്നും ഉറച്ച് വിശ്വസിക്കുന്നു. ഞാനിവരുടെ കൂടെ 3 പേരുടെയും കൂടെ ഒരു മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഇവരെ പറ്റിയ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമെന്ന് എനിക്കറിയാം. ഇവരുടെ കൂടെ ഇരുന്നിട്ടുള്ള പരിചയം കൂടെ ഞാൻ പറയുകയാണ്. ഇവർക്ക് അതിന് മാത്രമൊക്കെ കഴിവൊക്കെ ഉണ്ട്. ഇവർക്ക് അത്രയും കൂടുതൽ റീച്ചുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, കഴിവുള്ള ആൾക്കാരെ പരിചയമുണ്ട്, അവരെ ഒരു ടേബിളിൽ എത്തിക്കാനൊക്കെ കഴിവുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് വേണ്ടത് ഒരു വിൽ പവറാണ്. ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഉള്ള ഈ ചർച്ചയും ഈ ഇടുന്ന എഫേർട്ടും അത് കിട്ടിക്കഴിയുമ്പോൾ അതിനെ 10 ഇരട്ടിയായിട്ട് ഇവർ അതിനുവേണ്ടി വിനിയോഗിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം വെച്ചാൽ അന്നേരം അവർക്ക് എല്ലാവരും കൂടെ നിർത്തിയേ പറ്റൂ, എല്ലാവരുടെയും കയ്യിൽ നിന്ന് സഹായം എടുത്തേ പറ്റൂ. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ഈ വിജയിച്ചു എന്ന് തോന്നുന്നയാൾ, അയാളാണ് ഏറ്റവും വലിയ ട്രബിളിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾക്ക് ബാക്കി 2 പേരുടെ സഹായം എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പരസ്പരം ഹേർട്ട് ആവാതെ ഈ പ്രോബ്ലം ഇവർ സോൾവ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പ്രൊഫസറുടെ ആഗ്രഹവും നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ എപ്പോഴും നമ്മൾ മറുവശം ചിന്തിക്കണമല്ലോ. എന്തായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരികയാണെന്ന് കരുതുക, ഇവർ മാറി നിൽക്കുകയും ചെയ്യണമെന്ന് കരുതുക. എങ്കിലും ഭരണം നടക്കും, മുന്നോട്ട് പോകും, മന്ത്രിസഭ ഉണ്ടാവും. ലീഗിലാരെങ്കിലും ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭ അംഗമാവില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി ഉണ്ടാവും, മന്ത്രിസഭ ഉണ്ടാവും, ഭരണം മുന്നോട്ട് പോകും. അതൊന്നും തടയാൻ പറ്റത്തില്ല. നല്ല വ്യക്തമായ മൃഗീയമായ ഭൂരിപക്ഷവുമുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം നേരത്തെ ഞാനൊരു സംശയം ചോദിച്ചു. ഈ ഒരു ദയനീയമായ പ്രകടനം, ഈ ഒരു ശോഭ കെടുത്തിയ പ്രകടനം CPM-ന് ഇത് ചവിട്ടുപിടിയാവില്ലെന്ന് ആവില്ലെന്ന് താങ്കൾ പറഞ്ഞു. താങ്കളുടെ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, BJP 3 നിയമസഭാംഗങ്ങളുമായിട്ട് അസംബ്ലി വരികയാണ്. ആ BJP ജനങ്ങളോട് പറയില്ല, നിങ്ങൾ കണ്ടോ, നിങ്ങൾ CPM-നെ നിങ്ങൾ ഇറക്കി വിട്ടു, CPM അത് അർഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഇരുത്തിയ കോൺഗ്രസിൻ്റെ അവസ്ഥകൾ കണ്ടോ, അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത എന്ന് മാത്രമല്ല, അങ്ങനെ ആകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ വാഗ്ദാനങ്ങളൊന്നും സമയോചിതമായിട്ട് നടപ്പാക്കാൻ കഴിയാതെ വരുമ്പോഴത്തെ പ്രതിസന്ധിയും കൂടെ മുന്നിൽ വന്നാൽ BJP ഇതൊക്കെ മുതലെടുക്കില്ലേ? ഉറപ്പായിട്ടും മുതലെടുക്കും. ഇൻ കേസ് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പോലും ചെയ്യാതെ പോയാൽ അതുണ്ടാക്കാവുന്ന പ്രതിസന്ധി ഭയങ്കര ഭീകരമായിരിക്കും. BJP-യുടെ 3-ൽ നിന്ന് 30-ലേക്കുള്ള യാത്ര വളരെ സുഗമമായിരിക്കും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ. ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ കോൺഗ്രസ്സുകാർ, സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ പോലും സങ്കടപ്പെടുമ്പോഴേ ഒരു ലജ്ജയുമില്ലാതെ ഇതിൻ്റെ പേരിൽ ഡൽഹിയിലിരുന്ന് വഴക്കടിക്കുന്ന നേതാക്കളെക്കുറിച്ച് എന്താ പറയുക? ഇന്ന് വരെ അവർ വഴക്കടിച്ചായിട്ട് നമുക്കറിയില്ല. ഇതൊക്കെ മീഡിയകളിൽ പറയുന്നതല്ലേ. ഈ പ്രോസസ്സും കൊണ്ട് ഈ നിരീക്ഷകർ കേന്ദ്രത്തിൽ പോയി എന്നും ഇന്ന് 4 മണിക്ക് അവരെ 3 പേരെയും വിളിച്ചിരുത്തി ഹൈക്കമാൻഡ് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് വഴക്കടിച്ചു എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള വിശ്വാസം. താങ്കൾക്ക് ഈ നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആളല്ലേ, താങ്കൾ ഇവരുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു? ഇവർ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അതിൽ വഴക്കായിട്ടോ അല്ലെങ്കിൽ ചെളിവാരി എറിയുന്ന സംഭവമായിട്ടോ അല്ലെങ്കിൽ നിസ്സഹകരണമായിട്ടോ മുന്നോട്ട് പോകുന്ന അവർ ഒരു തവണ പോലും സംസാരത്തിൽ പറഞ്ഞിട്ടില്ല. അവരെല്ലാ തവണയും പറഞ്ഞ ഒരേ ഒരു സെൻറ്റൻസ്, ഞങ്ങൾ ഹൈക്കമാൻഡ് പറയുന്ന അനുസരിക്കും എന്ന് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ അപ്പനമ്മമാരുടെ അടുത്ത് വഴക്കൂടാനും സ്വാതന്ത്ര്യമില്ലേ? ആ സ്വാതന്ത്ര്യം അവർ വിനിയോഗിക്കട്ടെ. ആ സ്വാതന്ത്ര്യം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അപ്പനമ്മമാർ പറയുമ്പോൾ അതിൽ 3 പേരുടെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയും നന്മയ്ക്കാണെങ്കിൽ അവരനുസരിക്കുമെന്ന് തന്നെയാണ് ഇന്ന് വരെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കേട്ടിട്ടുള്ളത്. ഇതുവരെ അവർ ഹൈക്കമാൻഡിനെ ധിക്കരിച്ച് പെരുമാറുമെന്ന് ഇവരാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ഓർമ്മകളിൽ പോലും അവർ ഹൈക്കമാൻഡിനെ ധിക്കരിച്ചതായിട്ട് എനിക്ക് അറിയുകയുമില്ല. ആയിക്കോട്ടെ, താങ്കളൊരു ഇലക്ഷൻ എക്സ്പെർട്ടാണ്. താങ്കൾ കൃത്യമായിട്ട് കേരളത്തിലെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കുകയും അതിൻ്റെ ചരിത്രം അറിയാവുന്ന ഒരാളുമാണ്. അപ്പോൾ താങ്കൾ എന്നോട് പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഭൂരിപക്ഷം ചിലപ്പോൾ 115, 120 വരെ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് ആ ഇത് അത്രമാത്ര കൺവിഷൻ കാണിച്ച ഒരാൾ VD സതീശനാണ്. ഇത്ര ഉറപ്പ് കിട്ടാനുള്ള കാരണം എന്താ? ഇത്ര വലിയൊരു ഭൂരിപക്ഷം UDF-ന് കിട്ടുമെന്ന് കരുതാൻ കാര്യം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പാർലമെന്റ് ഇലക്ഷൻ കാണാറുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ പോലും 108 സീറ്റിന്റെ ലീഡ് ഉണ്ടായിരുന്നു UDF-ന്. എന്നാൽ പഞ്ചായത്ത് ഇലക്ഷൻ 85 സീറ്റിന്റെ ലീഡ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് മാപ്പിംഗ് ആ ഇലക്ഷൻ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻസ് നോക്കുകയാണെങ്കിൽ 108 എണ്ണത്തിന്റെയും ആ 108 സീറ്റുകൾ പാർലമെന്റ് ഇലക്ഷനിലും 85 സീറ്റിലും പഞ്ചായത്ത് ഇലക്ഷനിലും ലീഡുണ്ട്. എന്താണ് ഈ 108-ന്റെയും 85-ന്റെയും വ്യത്യാസം എന്ന് കണ്ടെത്തിയാൽ തന്നെ ഇതിന്റെ സൊല്യൂഷൻ കിട്ടും. കാരണം 108 പാർലമെന്റ് ഇലക്ഷനിൽ BJP-യും കോൺഗ്രസും തമ്മിലാണ് മെയിൻ ഫൈറ്റ് എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിധി എഴുതുന്നു. അങ്ങനെ വരുമ്പോൾ ആന്റി BJP വോട്ടുകൾ മുഴുവൻ വൺ സൈഡായിട്ട് ക്രോഡീകരിക്കപ്പെടുന്നു. എന്നാൽ ഈ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിലാണ് ഫൈറ്റ് എന്ന് തീരുമാനിക്കപ്പെടുകയും ആന്റി BJP വോട്ടുകൾ സ്പ്ലിറ്റ് ആവുകയും
ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ കണ്ടുവന്നത്. ആൻറ്റി BJP വോട്ടുകൾ സ്പ്ലിറ്റ് ആകാനുള്ള പ്രധാന കാരണം മൈനോറിറ്റി വോട്ടുകളിൽ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിൽ ഒരു 60% UDF-നും 40% LDF-നും കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ ആദ്യം മുതൽ പറയുന്നതാണ്, പിന്നെ വിശ്വാസ ആചാരങ്ങളുടെ മുകളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ 2019 19 സീറ്റാണ് കോൺഗ്രസ് പാർലമെന്റിലേക്ക് ജയിച്ച് 114ഓളം മണ്ഡലങ്ങളിൽ ലീഡ് കിട്ടി. അതുപോലെ തന്നെ ഇത്തവണ ശബരിമല പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ കൂടുതൽ ബാധിക്കുന്നത് ഹിന്ദു പോപ്പുലേഷനെ അല്ല എന്നും ഇത് കൂടുതൽ മുസ്ലിം ക്രിസ്ത്യൻ പോപ്പുലേഷനെ ബാധിക്കുകയെന്നും അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസികളാണ് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഹിന്ദുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളാണ്. ഏകദൈവ വിശ്വാസികൾക്ക് ഈ വിശ്വാസം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അപ്പോൾ ആചാരങ്ങളിൽ കൈവെക്കുന്ന പോലെ അല്ല വിശ്വാസങ്ങളിൽ കൈവെക്കുന്നത്. വിശ്വാസങ്ങളിൽ കൈവച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ചോദ്യം നെക്സ്റ്റ്, അതായത് ഇപ്പം ഒരു എന്താ പറയുന്നത് അവിടെ കള്ളത്തരം നടത്തിയവരെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ഒരു പിന്നെ സംസാരം പുറത്തുണ്ടായതിപ്പം മുതൽ ഇവർ അതോടുകൂടി ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അതായത് അവിടെ ശബരിമലയിലുണ്ടായ ഈ ഒരു പ്രശ്നം, സ്വർണ്ണ ആരോപണം, സ്വർണ്ണവേട്ട അല്ലെ സ്വർണ്ണമോഷണം, അത് ഹിന്ദുക്കളെ പോലെ എന്നതുപോലെ തന്നെ ഹിന്ദുക്കളെ പോലെ അല്ല, ഹിന്ദുക്കളെക്കാൾ മച്ച് മോർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അഫക്ട് ചെയ്തു. അതാണോ ഇത്ര വലിയൊരു പിന്നെ വോട്ടിൽ ഇത്ര വലിയൊരു അല്ല, അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ആ സംഭവത്തിന് ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റ് അതിന് പ്രോപ്പറായിട്ട് ആക്ഷൻ എടുത്തില്ല എന്ന് തോന്നൽ. വിശ്വാസമല്ല പ്രശ്നം, വിശ്വാസത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ മുസ്ലിം പിന്നെ മോസ്കുകളിലും ക്രിസ്ത്യൻ പള്ളികളിലും അവിടെ ഭരണം നടത്തുന്നത് അതാത് വിശ്വാസികൾ തന്നെയാണ്. എന്നാൽ അമ്പലങ്ങളിൽ ഭരണം നടത്തുന്നത് ഗവൺമെന്റാണ്, ദേവസ്വം ബോർഡാണ്. അപ്പോൾ അമ്പലത്തിലെ ഒരു മിസ്റ്റേക്കിന് ഗവൺമെന്റാണ് മറുപടി പറയേണ്ടി വരുന്നത്. അങ്ങനെ ഗവൺമെന്റിന് മറുപടി പറയേണ്ടി വന്നപ്പോൾ ആ ഗവൺമെന്റിന് നല്ല തിരിച്ചടി കിട്ടിയതാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ 85 സീറ്റ്. ആ 85 സീറ്റ് പഞ്ചായത്ത് ഇലക്ഷനിൽ പോയപ്പോൾ തന്നെ ക്ലിയർ ആയിരുന്നു പാർലമെന്റിൽ. കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ വ്യക്തിപരമായ വോട്ടുകളും കൂടെ കിട്ടിയത് കൊണ്ടാണ് 85-ൽ നിന്നത്. അല്ലെങ്കിൽ അവിടെയും പോയത് 105 വരെ. അപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ്റെ ട്രെൻഡാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 105 മുതൽ 115 വരെ എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് ഓൾമോസ്റ്റ് ശരിയുമായിരുന്നു. കാരണം നമ്മൾ അഴീക്കോടും കൂത്തുപറമ്പും പിന്നെ കൊട്ടാരക്കരയും അടക്കം ആ 7 സീറ്റുകൾ നിസ്സാര വോട്ടുകൾക്ക് UDF തോറ്റ 7 സീറ്റുകൾക്കാണെങ്കിൽ 103, 102, 109 സീറ്റ് എത്തി. അതായത് 105-നെയും 115 ഇടയ്ക്കുള്ള 109 എന്ന് പറഞ്ഞ നമ്പറാണ് എത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇതൊരു വളരെ ക്ലിയറാണ്. പക്ഷേ ഈ സർക്കാരിൽ ഇതുപോലെ തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെടുന്നത്, അതായത് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു ഗവർണൻസ് നഷ്ടപ്പെട്ട ഒരു സർക്കാരിന് നാളെ ഈ 102 സീറ്റിന് പകരം 42 സീറ്റാകാൻ വലിയ ദൂരമൊന്നുമില്ല. എപ്പോഴാണോ ഗവൺമെന്റിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തിരിച്ചു വരും. ഉദാഹരണത്തിന് ഇപ്പോൾ 50,000 വോട്ടിന് അല്ലെങ്കിൽ 42,000 വോട്ടിന് ജയിച്ച ഇരിക്കൂറോ, 52,000 വോട്ടിന് ജയിച്ച പുതുപ്പള്ളിയോ, 54,000 വോട്ടിന് ജയിച്ച പിന്നെ ആര്യാണ ഷൗക്കത്ത് ജയിച്ച നിലമ്പൂരോ, 85,000 വോട്ടിന് മലപ്പുറത്ത് ജയിച്ച കുഞ്ഞാലിക്കുട്ടിക്കോ അത് ഒരു അടി പിന്നോട്ട് പോയി റിവേഴ്സ് ആവണമെങ്കിൽ ഒറ്റ ദിവസത്തിന്റെ മിസ്റ്റേക്ക് മതി. ഒറ്റ ദിവസത്തിന് എന്ന് പറയാറായില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പം KC വേണുഗോപാൽ വാശി പിടിച്ച് മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ KC വേണുഗോപാൽ അത്ര ഈസിയായിട്ട് ജയിച്ചു പോകുന്നു കരുതുന്നു. സതീശനും പിന്നെ രമേശും ഉള്ള മന്ത്രിസഭയാണ് KC വേണുഗോപാലിന് വേണ്ടി വോട്ട് തേടുന്നതെങ്കിൽ KC വേണുഗോപാൽ ഈസിയായിട്ട് അങ്ങനെയാണെങ്കിൽ അവർ 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്യും. അത് അവരെന്ത് തർക്കത്തിനും അപ്പുറം അവസാനം മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പാർലമെന്റ് സീറ്റിന് വേണ്ടിയിട്ട് ഒരു മത്സരം നടക്കുമ്പോൾ ജയിക്കും. താങ്കൾ തന്നെയാണ് മുമ്പ് പറഞ്ഞത് ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് മതി. പക്ഷെ ഇവര് 3 പേരും സോണിയാഗാന്ധി അല്ലെങ്കിൽ ഹൈക്കമാൻഡോ കൊടുക്കുന്ന നിർദ്ദേശം അതേപടി പാലിക്കുകയും അതേപടി ഗ്രൗണ്ടിൽ വന്ന് വർക്ക് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു ഘട്ടമാണെങ്കിൽ പിന്നെ ജനങ്ങളൊന്നും തിരിച്ചു ചോദിക്കില്ല. കാരണം എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ സ്ഥാനങ്ങളിലേക്കോ അപ്പനമ്മമാരോട് അല്ലെങ്കിൽ നേതൃത്വത്തോട് മത്സരിക്കാൻ അവകാശമുണ്ട്. പക്ഷേ ഫൈനലി ഒരു തീരുമാനം എടുക്കുമ്പോൾ 3 പേരും അത് അംഗീകരിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ ഒരു തരത്തിലും ഈ വിജയത്തിൻ്റെ ശോഭ ഒരു തരത്തിലും കെടില്ല. ഇതറിയാൻ 24 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാവുന്നത്. കാരണം തീരുമാനം വന്നു കഴിഞ്ഞ് അത് പൂർണ്ണമായി ഇവർ 3 പേരും മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു ഘട്ടം. മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ ശരീരഭാഷയിൽ അതുണ്ടാവും. മനസ്സുകൊണ്ട് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും പാർട്ടിക്ക് ഒരു ക്ഷീണവും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. പക്ഷേ മനസ്സുകൊണ്ട് 3 പേരും അംഗീകരിക്കണം. കാരണം എത്രമാത്രം വാക്കുകൊണ്ട് അംഗീകരിച്ചാലും മനസ്സുകൊണ്ട് അംഗീകരിച്ചില്ലെങ്കിൽ ശരീരഭാഷയിൽ നമുക്കത് TV-യിൽ വ്യക്തമായി കാണാൻ കഴിയും. ഇപ്പം എന്തായാലും താങ്കൾ പറഞ്ഞ പ്രകാരം ഉള്ള ഒരു തീരുമാനം വരാൻ വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കുക എന്താണെന്നുള്ളത്. പക്ഷേ അങ്ങനെ വന്നാലും കേരളത്തിൻ്റെ ഭാവി എന്താണ് നടക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ ഈ ചർച്ചയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ
പബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ തീരുമാനം വന്നു വരും, ചിലപ്പോൾ വന്നില്ല എന്ന് വരും. എന്തായാലും ഇതിനകത്ത് നമ്മൾ ഭാവിയെക്കുറിച്ച് നടത്തിയ ചർച്ചകളെങ്കിലും നിലനിൽക്കുന്നതാണ്. അതെ. അപ്പോൾ വളരെ നന്ദി. താങ്കളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നടക്കും. ഇന്ന് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വ്യക്തിപരമായി ആരോടും ഒരു സ്നേഹമോ ദേഷ്യമോ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നടക്കുമെന്നും നന്നായി പോകുമെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആദ്യ നിയമ ഇലക്ഷൻ നടന്നത്. അത് നന്നായി ഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ താങ്കളോട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.